നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനുരാധയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും കൺമുന്നിൽ നിരന്നു കഴിഞ്ഞിരിക്കുക. അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ എല്ലാവരുടെയും കണക്ക് പുസ്തകം ദൈവത്തിന്റെ കയ്യിലാണെന്ന് മണികണ്ഠൻ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. ഗിരിയൊന്നിങ്ങ് വരണ്ട താമസം. കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു തീരുമാനമായിരിക്കും. ഹലോ അമ്മേ. മോളെ സുമി, നമ്മുടെ നന്ദു വന്നു. എന്തമ്മ പറഞ്ഞേ? നന്ദു തിരിച്ചെത്തിയെന്ന്. ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തി. നേരാണോ അമ്മേ? എങ്ങനെ? ആരാ അവളെ കണ്ടെത്തിയത്? പോലീസാണോ? നന്ദു എന്താ പറഞ്ഞേ? എവിടെയായിരുന്നു ഇത്രയും കാലം? അവളെ കൊണ്ടുവന്നത് ആരാണെന്ന് അറിഞ്ഞാലേ നീ ഞെട്ടും. വേറെ ആരുമല്ല, ഗിരിയുടെ അമ്മയാ മോളെ. മഹാലക്ഷ്മി അമ്മയോ? അല്ല എന്റെ സുമി, അനുരാധയുടെ കാര്യം ഞാനീ പറയുന്നത്. ഒടുവിൽ പോകുന്നതിന് മുമ്പേ അവര് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയൂ നിനക്ക്? ഇനി ഇവള് നിങ്ങളുടെ മകൾ മാത്രമല്ല, എന്റെ മരുമകളും കൂടിയാ. ആ സുമി, എല്ലാം കലങ്ങി തെളിഞ്ഞു. ഒക്കെ നല്ല വഴിക്കായി. ഗിരിയുടെ അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ. അവരിത്രയും നല്ല മനസ്സുള്ള സ്ത്രീയാണെന്ന് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. എന്തൊരു തങ്കപ്പെട്ട സ്ത്രീയാ അനുരാധ. നമ്മുടെ മോളുടെ ജീവിതമല്ലേ തിരിച്ചു കിട്ടിയത് അവര് കാരണം. 100 പുണ്യം കിട്ടട്ടെ അവർക്ക്. എന്താ സുമി? ആരാ വിളിച്ചത്? എന്ത് പറ്റി? വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചത്. ആഹാ, എന്താ വിശേഷം? നന്ദിത തിരിച്ചു വന്നു ഗിരി. ആഹാ, എപ്പോ? എങ്ങനെ? ഹിസ്റ്ററി ഓക്കെ? സുമി, നാളെ തന്നെ നീ അവളെ പോയി കാണണം. മാനസികമായിട്ട് അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സുമി കൊടുക്കണം. എന്തായാലും യാതൊരു ആപത്തും കൂടാതെ അവള് തിരിച്ചെത്തിയല്ലോ. വലിയ സമാധാനം. എന്താ സുമി? സുമിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തെ? സുമി, സുമിയുടെ ടെൻഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നന്ദിതയുടെ അവസ്ഥ എനിക്കറിയാം. അത് ഓർത്തുള്ള നിന്റെ വീട്ടുകാരുടെ ടെൻഷനും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സുമി, ഏറ്റവും പ്രധാനം അവൾ ഒരാപത്തും കൂടാതെ വീട്ടിൽ തിരിച്ചെത്തി എന്നുള്ളതല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാണോ. താൻ ധൈര്യമായിട്ടിരിക്കുക. സുമി ഡയറി വായിച്ചോ? അതിലെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ സുമി? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുകളോ? അത് ഗിരി, ഞാൻ ഉണ്ടാവും. ഇല്ലെങ്കിലേ ഇന്നോ നാളെയോ എണ്ണി ആ കിടപ്പ് കിടക്കുന്ന ഡോക്ടറില്ലേ എന്നെ വിളിച്ചു വരുത്തി എനിക്കത് തരേണ്ട കാര്യമില്ലല്ലോ. അറിയില്ല, ഞാനത് വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നമ്മൾ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ആത്മാക്കളുടെ കാര്യം. അവർക്കും വേണം ഭക്ഷണവും വെള്ളമൊക്കെ. അതുകൊണ്ടല്ലേ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മള് കർക്കിടകത്തിലെ കറുത്തവാവിന് ഉരുളി ഉരുട്ടി വെക്കുന്നത്. സരോജം, എന്റെ മോന് വേണ്ടി ഞാൻ എങ്ങനെയാ ചെയ്യണം പത്മാവതി. അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാ അവൻ സ്വപ്നത്തിൽ വന്ന് അമ്മ എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് പറയുന്നത്. ഇതിപ്പോ സ്വപ്നത്തിലേ വന്നുള്ളൂ. ദുർമരണമാ. ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പ്രേതശല്യം വരെ ഉണ്ടാവും. ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന എന്റെ ചങ്കിലോട്ട് നീ തീ കോരിയിടല്ലേ സരോജ. എന്നാ ഞങ്ങൾ ഇറങ്ങോ പത്മാവതി? വൈകുന്നേരത്തേക്ക് ഒന്നും കാലാക്കിയിട്ടില്ല. നിങ്ങൾ കുറച്ചും കൂടി ഇവിടെ ഇരിക്കെ. ഞാനിവിടെ മിണ്ടാൻ ആരുമില്ലാതെ വലയുവാ. ഞങ്ങൾക്കല്പം തിരക്കുണ്ട് പത്മാവതി. ചിട്ടിക്കാശ് പിരിക്കാനുള്ളത് മുഴുവൻ പിരിച്ചിട്ടില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നിങ്ങൾ വാ.
നാളെ നിങ്ങൾ എത്തുമ്പോഴേക്കും അമ്മ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. ഇപ്പോഴേ കൊതിപ്പിക്കില്ല അമ്മേ. അമ്മ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടാ ഞാൻ അമ്പലത്തിൽ നിന്നും പോവാതെ നേരെ വണ്ടി എടുത്ത് അങ്ങ് വരും. അയ്യോ അതൊന്നും വേണ്ട. നാളെ ശിവക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ഇങ്ങ് വന്നാ മതി. അമ്മയും മാമ്പഴപ്പുളിശ്ശേരിയും എന്നിവിടെ ഉണ്ടല്ലോ. പ്രാർത്ഥിക്കണേ അമ്മേ. അതെപ്പോഴും എന്റെ മോന്റെ കൂടെയല്ലേ ഉള്ളത്. ആരാ? മാമ്പഴപ്പുളിശ്ശേരി എവിടെ അമ്മേ? അയ്യോ അമ്മേ 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 വിഷ്ണു ബ്രോ, എന്താ എന്താ പറ്റിയേ? കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അമ്മേ 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 എണീക്കമ്മേ. അമ്മേ അല്ല ഇത് അമ്മേ അമ്മേ ആ അമ്മേ 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 ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചത് കുഴപ്പമായല്ലോ ദൈവമേ. അമ്മേ 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 എണീക്കമ്മേ. അമ്മേ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചതിയാണ് അറിയാം, പക്ഷെ കുടുക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത മിടുക്കന്മാരായ ക്രിമിനലുകളെ പൂട്ടാൻ പോലീസ് അങ്ങനത്തെ ചില വളഞ്ഞ വഴികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. കള്ളസാക്ഷികളെയും വ്യാജ തെളിവുകളും ഒക്കെ സൃഷ്ടിക്കുന്ന പോലെ. നമുക്ക് ആ അസിസ്റ്റന്റ് കമ്മീഷണറോട് പറഞ്ഞാലോ രോഹിത് ജീവിച്ചിരിപ്പുണ്ടെന്ന്? പക്ഷെ എവിടെ? കാട്ടി കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന വിശ്വസിക്കണമെന്നുണ്ടോ ശ്രീരഞ്ജനി? ആ രാജ്യമ്മയെ തൂക്കിയെടുത്തോണ്ടൊന്ന് ഇട്ടുകൊടുത്താലോ ശ്രീരഞ്ജനിയുടെ മുന്നിലേക്ക്? എടി അതിന് രാജ്യമ്മ നമുക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കണ്ടേ സുസ്മിതേ? വിജയൻ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ അവര് പോലീസിനോട് പറഞ്ഞാലോ? ആർക്ക് വേണ്ടിയാ വിജയൻ ഇതൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും? എടി അതും കൂടെ തെളിവാക്കി അവര് കോടതി കൊണ്ട് പ്രസന്റ് ചെയ്യും. എടി നമ്മള് കള്ളക്കഥ മെനഞ്ഞതാണെന്നും മറ്റാരും അറിയാതെ രോഹിത്തിനെ കൊലപ്പെടുത്തിയതാണെന്നും അവര് സ്ഥാപിക്കും. ഇതിനിടെ രോഹിത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നമ്മളാവും ഉത്തരവാദികള്. ഇന്ന് പിന്നെ എന്നെ നേരെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോച്ചിട്ടപ്പാ. എന്തിനീ കഷ്ടപ്പാടൊക്കെ? എടി അതിനാണോടി ചിറ്റപ്പൻ ഇത്രയും ബുദ്ധിമുട്ടിയത്? കളി ഇത്രയാ സ്ഥിതിക്ക് എനിക്കും ഹരം കയറി തുടങ്ങി. ഇനി ഇതിന് ഒരന്ത്യം കണ്ടിട്ടേ ബാക്കിയുള്ളൂ. നിന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ പൂത്ത പണം കിടപ്പുണ്ടല്ലോ. എടി പണം കൊണ്ട് നേടാനാകാത്തത് ഈ ലോകത്തൊന്നുമില്ലടി. ഞാൻ രായണ്ണോട് സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. നിനക്ക് കുറെ പണത്തിന്റെ ആവശ്യമുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആവശ്യമുള്ള എത്രയാന്ന് പറഞ്ഞാൽ രായട്ട് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോക്കപ്പിൽ കിടക്കുന്ന എനിക്ക് എന്തിനാ ചിറ്റപ്പ പണം? എടി നിനക്ക് ഈ ഊരാ കുടിക്കുന്നത് പുറത്തു കിടക്കണ്ടേ? അതിന് പണം വേണം. പണം കൊണ്ട് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച സത്യങ്ങൾ നമുക്ക് മായ്ക്കാൻ പറ്റുമോ? തെളിവുകൾ നശിപ്പിക്കാൻ പറ്റുമോ? കോടതിയെയും ജഡ്ജിമാരെയും സ്വാധീനിക്കാൻ പറ്റുമോ? ഇതൊന്നും പറ്റില്ല. പക്ഷേ വേറൊന്നുണ്ട്. കേസിൽ അന്തിമ വിധി പറയുന്നത് കോടതിയായിരിക്കും. ആ കോടതിയുടെ കണ്ണു കെട്ടാൻ പറ്റും. മനസ്സിലായില്ല സുസ്മിത. ഇതുവരെ നമ്മൾ കളിച്ചത് നമ്മുടെ ബുദ്ധി മാത്രം ഉപയോഗിച്ച. പക്ഷേ ഈ ഇന്നിംഗ്സിൽ എതിരാളി മുന്നിൽ നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരാളുടെ തലച്ചോറ് കൂടി വാടകയ്ക്ക് എടുക്കേണ്ടി വരും. ആര്? എ ഹൈലി പെയ്ഡ് ആൻഡ് ടാലന്റഡ് ലോയർ.
തെളിവായി പിടിച്ചെടുത്ത ചുടുചോരെ പച്ചവെള്ളമാക്കി മാറ്റാൻ മിടുക്കുള്ള ഒരാൾ. കോടതിയിലെ സത്യത്തെ നിമിഷ നേരം കൊണ്ട് കള്ളവും കള്ളത്തെ സത്യവുമാക്കി മാറ്റാൻ പറ്റുന്ന ഒരാൾ. താൻ ഏറ്റെടുത്ത കേസിന്റെ ജയത്തിനായി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത എ ടാലന്റഡ് ക്രിമിനൽ ലോയർ. BTL അസോസിയേറ്റിന്റെ സാരഥി. BTL അസോസിയേറ്റ്സോ? BTL എന്നാൽ ബ്രെയിൻ ടു ലെറ്റ്, തലച്ചോറ് വാടകയ്ക്ക്. കൊള്ളാലോ, ഇൻട്രസ്റ്റിംഗ്. യെസ്, ആളും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ കക്ഷിയുടെ പേര്? അമീർ അബ്ദുള്ള. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ടെൻഷൻ ആവണ്ട, മിക്കവാറും അത് മാനേജർ എടുത്തിട്ടുണ്ടാവും. ഏതായാലും നാളെ ഞാൻ കറക്റ്റ് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഫൈൻ. കഴിച്ചില്ല ഇതുവരെ? അയ്യോ സോറി, കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒരു മിനിറ്റേ. കൈയൊന്ന് വാഷ് ചെയ്യാൻ പോയതാ. ഞാൻ വരത്തരാം. ആ കുഴപ്പമില്ലല്ലോ. സച്ചേട്ടൻ ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നുവെച്ചാ ഞാൻ വാരിത്തരുന്നത് ഇഷ്ടമല്ലെന്നാണോ? അയ്യോ അങ്ങനെയല്ല, വെറുതെ സച്ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. താൻ കഴിച്ചില്ലെങ്കിലാ എനിക്ക് ബുദ്ധിമുട്ടാവുന്നത്. കഴിച്ചേ. മൂന്ന് ചപ്പാത്തിയേ ഉള്ളൂ. ഇത് മുഴുവനും കഴിക്കണം. മുഴുവനോ? ആ പിന്നല്ലാതെ. ഞാൻ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് വന്നതാ, കഴിച്ചേ പറ്റൂ. ദാ കഴി. സോറി, ഞാനിടയ്ക്ക് അമിതാധികാരം കാണിക്കുന്നുണ്ടല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഉള്ളിലുള്ള ദേഷ്യം വെറുപ്പൊന്നും അത്ര പെട്ടെന്ന് പോകില്ലെന്ന് തിരിച്ചറിയാനുള്ള വിവേകം എനിക്കില്ലാതെ പോയി. തന്നിലുള്ള നന്മകളൊന്നും ഇത്രയും നാൾ കാണാതെ പോയതും അംഗീകരിക്കാതെ പോയതുമൊക്കെ എന്റെ വീഴ്ചകളാണ്. തന്നോട് സ്ഥായിയായ ഒരു സ്വഭാവം പോലും വെച്ചു പുലർത്താൻ കഴിയാത്ത ഞാൻ ഒരുപിടി ഭക്ഷണം വാരിത്തരുന്നതില് എന്ത് സ്നേഹം അല്ലേ? തന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അതൊരു തരം ക്ലീശയായിട്ട് എനിക്ക് തോന്നുന്നു. സോറി. കഴിഞ്ഞോ സച്ചേന്റെ ആവലാതികളും നിഗമനങ്ങളും ഒക്കെ? എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടുന്നേ? സങ്കടമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സച്ചേൻ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ പരിചരിക്കുമ്പോൾ ആ നിമിഷം വരെയുള്ള എൻ്റെ എല്ലാ സങ്കടങ്ങളും വേദനകളും അങ്ങ് ആവിയായിപ്പോവും. പകരം മഞ്ഞുതുള്ളികൾ പോലെ സന്തോഷം പെയ്തിറങ്ങും. അത് സച്ചേൻ അറിയില്ലല്ലോ. എൻ്റെ പിണക്കങ്ങൾക്ക് അത്രേ ആയുസേ ഉള്ളൂ. സച്ചേന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്ന് സച്ചേൻ എന്ന് മനസ്സിലാക്കുന്നു. അന്നേ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ സച്ചേന് കഴിയും. എനിക്ക് സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞ മതി സച്ചേട്ട. ആഹാരം കൊണ്ട് വയറ് നിറയുന്നതിനേക്കാൾ. ആഹാരം കൊണ്ട് വയറ് നിറഞ്ഞാലേ ആരോഗ്യം കാണൂ. ആരോഗ്യം ഉണ്ടെങ്കിലേ മനസ്സുണ്ടാവൂ. എല്ലാം ഒന്നിനോടൊന്ന് ഇണങ്ങിക്കിടക്കല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ആ ഗംഗയുടെ കാര്യം എന്തായി? ഗംഗയുടെ എന്ത് കാര്യം? മഹിയേട്ടൻ എന്തിനാ ഗംഗയുടെ കാര്യം തിരക്കുന്നേ? ഒരു പ്രശ്നമുണ്ടായി മോളെ. ഗംഗയുടെ ശിവഭഗവാന്റെ വിഗ്രഹം പെട്ടെന്ന് കാണാതായി. അതിനുശേഷം അവള് പൂജാമുറി കയറി കയ്യിൽ കർപ്പൂരം കത്തിച്ചിരിക്കാൻ തുടങ്ങി. അവൾ ഇപ്പോഴും പൂജാമുറി തന്നെയാണോ? അവിടെ തന്നെയാ. ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. ആ വിഗ്രഹം കിട്ടാതെ
അവള് പൂജ അവസാനിപ്പിക്കില്ല എന്ന ഭാവത്തില. മോനെ, നീ ഇപ്പൊ വന്നത് നന്നായി. നീ ചെന്ന് ഗംഗയോട് പൂജാമുറിക്ക് പുറത്തിറങ്ങാൻ പറ. അല്ലെങ്കിൽ അവളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. മഹേട്ടന്റെ ശ്രദ്ധ കിട്ടാനായി അവൾ ഇവിടെ ഓരോന്ന് കാട്ടിക്കൂട്ടുവാണല്ലോ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്റെ വിഗ്രഹം തിരികെ കിട്ടാനാ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ നിന്റെ വിഗ്രഹം കിട്ടുമെന്ന് എന്താ ഉറപ്പ്? എന്റെ ഉറപ്പ് ശ്രീ മഹേശ്വരനിലാണ്. ഇതിവിടെ അഹങ്കാരോ? ഇങ്ങനെയൊക്കെ ചെയ്ത് അപകടം ഉണ്ടാക്കിയ നമ്മളല്ലേ സമാധാനം പറയേണ്ടത്? നമ്മളെല്ലാരും കൂടി ഇവളെ തീ പൊള്ളിച്ചെന്ന് പുറത്തുള്ളവരോട് പറയാലോ. ഗംഗേ, മതി നിന്റെ പൂജ, പുറത്തേക്ക് ഇറങ്ങ. ഇല്ല, എന്റെ വിഗ്രഹം കിട്ടാതെ ഞാൻ ഈ പൂജ നിർത്തില്ല മഹേട്ടാ. ഈ പൂജ ഇവിടെ അനുവദിക്കാനാവില്ല. ഇതിവിടെ പറ്റില്ല. മഹേട്ടാ, എന്റെ വിഗ്രഹം കണ്ടു കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. നീ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചിരിക്കണോ? തപസ്സൊന്നുമല്ല, എന്റെ വിഗ്രഹം കിട്ടാനുള്ള പ്രാർത്ഥനയാ. ഇതൊക്കെ ഇവളുടെ അടവാണമ്മേ. ഇവിടെ വന്നപ്പോ മുതല് ഇവൾ ഇവിടെ പലതും ചെയ്യുന്നുണ്ട്. ഇവളെ അച്ഛൻ വിളിച്ചു വരുത്തിയതുകൊണ്ടാ നമ്മൾ ക്ഷമിക്കുന്നത്. പുറത്തിറങ്ങിയില്ലെങ്കിൽ പിടിച്ചിറക്കണം. അല്ല എന്താ ചെയ്യാ? ഗംഗേ, നിന്റെ വിഗ്രഹം കാണാതെ പോയെങ്കിലേ അത് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്. അതിനു പകരം ഈ അതിക്രമം കാണിച്ച് എങ്ങനെ ശരിയാവും? നീ ഞങ്ങളെ ടെൻഷൻ ആക്കരുത്. എനിക്ക് വിശ്വാസമുണ്ട്, ഈ പൂജ പൂർത്തിയാവുമ്പോ എന്റെ ഭഗവാൻ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. നമ്മൾ എല്ലാരും പറഞ്ഞിട്ട് ഇവള് കേൾക്കുന്നില്ലല്ലോ. പാവം, അവളുടെ ഒരു ചെറിയ കാര്യത്തിനല്ലേ ഈ പൂജ. അവളുടെ ആഗ്രഹം ഭഗവാൻ നടത്തിക്കൊടുക്കട്ടെ അളിയാ. നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? മനുഷ്യന് ഭക്തിയാവാം, പക്ഷെ അത് അന്ധമായ ഭക്തി ആവരുത്. രേഷ്മേ, പോകാം. ഈ വിഗ്രഹങ്ങളൊക്കെ കല്ലും മണ്ണും മാത്രമാണ്. അതിൽ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് സഹതാപേ ഉള്ളൂ. മഹേട്ടാ, അരുത്, അങ്ങനെയൊന്നും പറയരുത്. നീ ഈ പരിപാടി ഇപ്പൊ തന്നെ നിർത്തി പൂജാമുറിയിൽ നിന്ന് പുറത്തിറങ്ങിക്കോണം. മഹേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. അനുസരിക്കാതിരുന്ന നിനക്കാണ് ദോഷം. നിനക്ക് വിശക്കുന്നില്ല ഗംഗേ? നീ എത്ര നേരമായി ഇവിടെ പൂജ നടത്തുന്നു? ദേ, കിച്ചണിലെ സീമേച്ചി നല്ല ചിക്കൻ കറിയും കപ്പയും കരിമീനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോ തന്നെ എന്റെ വായിൽ വെള്ളം വരുന്നു. നിനക്ക് വേണോടി? വാ. രശ്മേ, വേണ്ട. അവള് പൂജ നടത്തിയ വിഗ്രഹം കിട്ടുമെങ്കിൽ പൂജ നടത്തട്ടെ. കുറച്ചു കഴിയുമ്പോ അവൾ എല്ലാം മതിയാക്കി താനെ പുറത്തു വന്നോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ പെണ്ണ് ഈ വീടിനുള്ളിൽ തന്നെയുണ്ട്. എന്റെ വീടിനുള്ളിൽ വന്ന് കയറിയവൾ ജീവനോടെ പോകരുത്. അവളെ എനിക്ക് കൊത്തി നുറുക്കണം. സഞ്ജനയുടെ റൂമാണെന്ന് തോന്നുന്നു. സഞ്ജന ഇപ്പൊ ബാത്റൂമിൽ നിന്നിറങ്ങും. അവളോട് എന്ത് പറയും? സഞ്ജന മോളെ, നീ വാതില് തുറക്ക്.
സഞ്ജന, ഈ പെണ്ണിത് എന്ത് ചെയ്യ? സഞ്ജന മോളെ, വരുന്നു മമ്മി. റൂം ഞാൻ എപ്പോഴാ ലോക്ക് ചെയ്തത്? നീ വാതിൽ തുറക്കുന്നുണ്ടോ? മോള് കുളിക്കായിരുന്നോ? ആ അതെ. എന്താ മമ്മി? മമ്മിയുടെ മുഖം ചുവന്നിരിക്കുന്നല്ലോ. ആരോ നമ്മുടെ വീട്ടിൽ കേറിയോന്നൊരു സംശയം. ഇവിടെ ആര് കടക്കാനാ? എന്റെ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ വന്നിരുന്നില്ലല്ലോ. അതല്ല, ഞാൻ വന്നതിന് പിന്നാലെ. മമ്മി ആളെ കണ്ടോ? കണ്ടില്ല. ഹോളിലിരുന്ന ചില സാധനങ്ങളൊക്കെ താഴെ തട്ടി വീണിട്ടുണ്ട്. ഓ, അത് നമ്മുടെ കിങ്ങിണി പൂച്ചയുടെ കുസൃതിയാ. അത് പൂച്ച തട്ടി മറിച്ചതൊന്നുമല്ല. ആരോ നമ്മുടെ വീട്ടിൽ കടന്നിട്ടുണ്ട്. എന്റെ മമ്മി, അതിനല്ലേ CCTV ക്യാമറ വെച്ചിരിക്കുന്നത്. മമ്മി അതിന്റെ ഫുട്ടേജ് നോക്ക്. ആര് വന്നാലും അതിൽ തെളിഞ്ഞിട്ടുണ്ടാവും. അത് ശരിയാണല്ലോ. എന്നാ ഞാൻ പോയി അത് നോക്കിയിട്ട് വരാം. മോള് വാതിലടച്ച് കുറ്റിയിട്ടോ. നാട്ടിൽ വന്നിട്ടും മമ്മിയുടെ ടെൻഷൻ ഒരു കുറവുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുകയാണെന്നോ? എന്തെത്ര വൈകിയത്? സ്കാനിംഗ് റിപ്പോർട്ടിനാ ലേറ്റ് ആയത്. പിന്നെ പുറത്തുപോയ അച്ഛനും മോളും നേരെ വീട്ടിലേക്ക് വരില്ലല്ലോ. ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി നിർത്തിയതിന് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, അമ്മു ക്ഷേത്രത്തിൽ പോയിട്ട് ഇതുവരെ വന്നില്ലേ മുത്തശ്ശി? അവൾക്ക് എന്തൊക്കെയോ പ്രത്യേക പൂജകളും വഴിപാടുകളൊക്കെ ഉണ്ട്. നീ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? വൈകിപ്പോ ഞാൻ അങ്കിളിനെ വിളിച്ചതാ. ഐസ്ക്രീം പാർലറിൽ വെച്ചാ കണ്ടത്. സ്കാനിംഗ് റിപ്പോർട്ടിൽ എന്ത് പറയുന്നു? ഇംപ്രൂവ്മെന്റ് കണ്ടു തുടങ്ങിയില്ലേ വല്യേച്ചി? കുറച്ച് ഭേദമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കേട്ടാ മതി. ഇനി കൂടുതൽ കാലം എന്റെ കുട്ടിക്ക് ഈ ഇരിപ്പ് ഇരിക്കേണ്ടി വരില്ല. അല്ല, മെഡിക്കൽ റിപ്പോർട്ട്സ് സ്റ്റേറ്റ്സിലേക്ക് അയക്കുന്നില്ലേ പ്രഭട്ട? ഉടനെ അയക്കുന്നുണ്ടത്. അച്ഛനവിടെ? ക്ഷേത്ര കമ്മിറ്റിക്കാര് വന്ന് വിളിച്ചോണ്ട് പോയതാ. ആരാന്ന് പോയി നോക്കട്ടെ രാജു. ആരാ? എന്ത് വേണം? ആരാ? ക്ഷമിക്കണം. വാതിൽ തുറന്നു നടന്നപ്പോ അകത്തേക്ക് കയറിയതാ. ഇതല്ലേ മംഗലശ്ശേരി? അതെ. ആരാന്ന് മനസ്സിലായില്ല. എന്റെ പേര് സഞ്ജയ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അറിയില്ല. ഇവിടെ ലച്ചു എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയില്ലേ? ഇത്ര പെട്ടെന്ന് കിച്ചണെത്തിയോ? ഇവനെന്താ വിളിച്ചു പറയാതെ? അല്ല, അമ്മൂന്റെ ആര്?
ഓ, ഇവിടെയുള്ളത് അമ്മു ആണല്ലോ. അവളെ ഒന്ന് വിളിക്കൂ. ഇയാൾ ആരാ? വളച്ചേടാത്ത കാര്യം പറ. ലച്ചു ഒരു ആപത്തിൽപ്പെട്ടപ്പോ അവളെ അതിൽ നിന്ന് രക്ഷിച്ചത് ഞാനാ. ഇതിലെന്തോ പശപശ കൊണ്ടല്ലോ. അതൊരു താലികെട്ടെന്നൊക്കെ പറയാം. നിങ്ങളാണോ അമ്മുവിന്റെ ഭർത്താവ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഷാൻലിയറില്ലേ, ബർത്ത്ഡേയുടെ അന്നത്തെ അത് ചുമ്മാ പൊട്ടി വീണതല്ല, പ്രതാപൻ അറുത്തിട്ടതാ. അവിടങ്ങളിലെല്ലാം വിശാലിന് രക്ഷയായത് അവളായിരുന്നു. ആ പാർവതി, അതാണ് എനിക്ക് അവളോടുള്ള പകയ്ക്ക് കാരണവും. അവളെ തോൽപ്പിക്കാനും ഈ കണ്ട സ്വത്തുക്കളെല്ലാം എനിക്ക് സ്വന്തമാക്കാനും വേണ്ടിയാ ഞാൻ ജാസ്മിനെ കളത്തിലിറക്കിയത്. എന്നെ നിഷേധിക്കാൻ വിശാലിന് കഴിയില്ല. കാരണം അവൻ എന്നെ അമ്മയായി തന്നെ കണ്ടു. അത് ഞാനങ്ങ് മുതലാക്കി ഗോപേട്ട. ഗോപേട്ട, ഇനി ഇതെല്ലാം ഗോപിയേട്ടനോട് ഞാൻ ഏറ്റു പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഗോപിയേട്ടൻ കരുതും ഇതെന്റെ ഒരു കുമ്പസാരമാണെന്ന്. എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണമെന്നുള്ള എന്റെ അപേക്ഷയായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. ഈ തൂക്കിലേറ്റാൻ പോകുന്നവരോട് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിക്കാതെ തന്നെ ഗോപിയേട്ടന്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ പറയട്ടെ. എന്റെ ഗോപിയേട്ടന് ഈ വീട്ടിനുള്ളിൽ കൂടി ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നടക്കണം, അതല്ലേ? പക്ഷേ അത് സാധിച്ചു തരാനേ എനിക്ക് കഴിയില്ല ഗോപിയേട്ട. കാരണം എന്റെ ഗോപിയേട്ടൻ അതിനു മുമ്പ് മരിക്കും. ഗോപിയേട്ട, ഉറങ്ങിക്കിടക്കുന്ന ഗോപിയേട്ടന്റെ കഴുത്തില് ആഞ്ഞൊന്നമർത്തിയ ഒന്ന് പിടയ്ക്കാൻ പോലും കഴിയാതെ ഗോപിയേട്ടൻ ഈ ലോകത്തോടങ്ങ് വിടയും പറയും. പക്ഷെ എന്റെ ഗോപിയേട്ടനോട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ഗോപിയേട്ടനെ അങ്ങനെയൊന്നും കൊല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഗോപിയേട്ടനോട് പറഞ്ഞിട്ടേ ഞാനത് ചെയ്യൂ. ഉത്തമ ഭാര്യയായി ജീവിച്ചു മരിച്ച് സ്വർഗം കിട്ടാനൊന്നും അല്ല ഞാൻ ഇയാളുടെ ഭാര്യയായത്. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെയാ. നിങ്ങളെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു. ഒരു ഹോം നഴ്സ് ഇവിടെ വരും. ആ മുറിയുടെ ചുവരുകൾ പോലും അറിയാതെ അയാള് ഗോപിയേട്ടന്റെ ജീവൻ എടുത്തോണ്ടങ്ങ് പോവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗോപിയേട്ടനെ നോക്കാൻ ഞങ്ങൾ ആരും നിന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. പിന്നെ നീ എന്തിനാ ഈ മുറിയിൽ വന്നത്? പറയൂ. സുശീലേച്ചി പറഞ്ഞു തന്നെ ഇവളുടെ ഉദ്ദേശം. അതിനാദ്യം അളിയനെ ചാക്കിട്ട് പിടിച്ച് വിശാലിന്റെ ഭാര്യ എന്ന സ്ഥാനം നേടിയെടുത്തു.
എന്നാ എഗ്രിമെന്റ് പ്രകാരം വിശാലിന്റെ സ്വത്തൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അളിയൻ ജീവിച്ചിരിക്കുന്നതാണല്ലോ അതിനൊരു തടസ്സം. അളിയൻ തീർന്നു കിട്ടിയ വലിയൊരു തടസ്സം തീർന്നു കിട്ടുമെന്ന് മനസ്സിലാക്കി എഴുന്നേക്കാൻ പോലും ത്രാണിയില്ലാത്ത അളിയനെ കൊല്ലാൻ തന്നെ ഇവള് വന്നത്. ഒരു സംശയമില്ല ചേച്ചി. മനസ്സിലെ ദുഷ്ടതരം വെച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ സർവീസ് അങ്ങ് അടുക്കളയിൽ മതി. അടുക്കളയിൽ നിന്ന് നീ പുറത്തിറങ്ങിയ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഒടിക്കും. പൊടി ഇടി ഇറങ്ങി പോവാൻ. എന്താ എന്താ പാർവതി? എന്താ ഇവിടെ? വിശാൽ, ഇവളെ ഈ കുടുംബത്തിൽ വെച്ച് വഴിക്കാൻ പാടില്ല എന്ന് അന്നേ പറഞ്ഞതല്ലേ? എന്നിട്ട് അത് അനുസരിക്കുന്നതിന് പകരം ഗായത്രിയുടെ കസേരയിൽ പിടിച്ചിരുത്തുകയല്ലേ ചെയ്തത്? എല്ലാവരും തലേ കയറ്റി വെച്ചതോടെ ഇവള് തനി നിറം കാണിക്കാൻ തുടങ്ങി. എന്താ ഉണ്ടായെന്ന് പറയ്. ഈ പാർവതി എന്ത് ചെയ്തെന്നായി പറയുന്നേ? ഏയ് ഒന്നുമില്ല. അളിയനെ ഒന്ന് കൊല്ലാൻ നോക്കി. സംശയം തോന്നി സുശീലേച്ചി വന്ന് നോക്കിയോണ്ട് രക്ഷപ്പെട്ടു. വിശാൽ സാറേ, അപ്പച്ചി എന്നെ തെറ്റിദ്ധരിച്ചതാ. ഉദയന്നൂരമ്മ എന്റെ മനസ്സിൽ ഒരു കാഴ്ച കാണിച്ചു തന്നു. ഞാൻ പേടിച്ച് അച്ഛനെ നോക്കാൻ വന്നതാ, അല്ലാതെ അപ്പച്ചി പറയുന്ന പോലെയൊന്നും അല്ല. സാരമില്ലമ്മേ, ഞാൻ അമ്മയോട് പറയാനിരിക്കായിരുന്നു. അച്ഛനെ ഇവിടെ കിടത്തിയാ പോരാ, ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. ഹോസ്പിറ്റലിലേക്ക് മാറ്റാനോ? എന്തിന്? ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പോലെ തന്നെയല്ലേ ഗോപിയേട്ടൻ ഈ മുറിയിൽ കിടക്കുന്നത്. ഞങ്ങൾ നല്ലതുപോലെ പരിചരണവും കൊടുക്കുന്നുണ്ട്. അത് പോരമ്മേ. എടാ, ഇവിടെ കിടക്കുന്നതായിരിക്കും അളിയന് ഇഷ്ടം. വേണ്ടപ്പെട്ടവരൊക്കെ കണ്ടുകൊണ്ട് കിടക്കുമ്പോ മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ. വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കാം അല്ലേ? വേണമെങ്കിൽ എന്നല്ല, വേണം. ഹോം നഴ്സിനെ വെക്കണം. അതെന്റെ തീരുമാനമാണ്. നിങ്ങളെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു. ഒരു ഹോം നഴ്സ് ഇവിടെ വരും. ആ മുറിയുടെ ചുവരുകൾ പോലും അറിയാതെ അയാള് ഗോപിയേട്ടന്റെ ജീവൻ എടുത്തോണ്ടങ്ങ് പോവും. ഈ ഹോം നേഴ്സ് എന്ന് പറഞ്ഞ എന്താ? വീട്ടിൽ വന്ന് രോഗികളെ പരിചരിക്കുന്ന നഴ്സ്. അങ്ങനെ ഒരു നഴ്സിനെ വയ്ക്കാനാ അമ്മ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടാ കൈ മുറിഞ്ഞ പോലെ? ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ലേ അച്ഛാ? അമ്മേ ഇത് നോക്കി. എന്താടാ ഇത്? അത് കൈയൊന്നും ഉറഞ്ഞതാ. മോളെ, നിനക്കിതിനെ കുറിച്ച് വല്ല അറിയോ? കൈ ഉറഞ്ഞതോ? കൈ ഉറയുന്ന ഇങ്ങനെയാണോ? എടാ, എന്താ മോനെ? എന്താ ശ്യാമേ, എന്താ സംഭവിച്ചേ? പറയാൻ. അതേട്ടാ, അവിടെ ആരോ അഖിൽ സാറിനെ അപായപ്പെടുത്താൻ നോക്കിയതാ. ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? അമ്മേ, കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല. അവർക്ക് ആള് മാറിയതാ. ആരാള്? നീ പോലീസ് റിപ്പോർട്ട് ചെയ്തോ? മുഖം മൂടി വെച്ചിരുന്നു, അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമില്ല. അച്ഛത് സാരമില്ല, ഒരു കുഴപ്പമില്ല. നിനക്ക് ആരാ മോനെ ശത്രുക്കള്?
എന്താ ഇങ്ങനെയൊക്കെ? അമ്മ വിഷമിക്കണ്ട. അഖിൽ സാർ പറഞ്ഞ പോലെ ആള് മാറി സംഭവിച്ചതായിരിക്കും. എല്ലാം കഴിഞ്ഞല്ലോ. അച്ഛാ ഏട്ടാ നിങ്ങൾ പോയിക്കോ. ഓഫീസിലെത്താൻ ടൈമായില്ലേ? പോയിട്ട് വാ. അച്ഛാ ഏട്ടാ ഒരു മിനിറ്റ്. അച്ഛാ ഏട്ടാ അതെ ശരി അച്ഛാ. ശരി. അഖി, ഇതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്ക് പേടിയാവുന്നു മോനെ. വിഷമിക്കാതെ, ഇതൊക്കെ സില്ലി തിങ്സ് അല്ലേ. ഒന്നുമില്ല, അവർക്ക് ആള് മാറിയതാ, ഞാൻ പറഞ്ഞില്ലേ. ഐശ്വര്യടുത്തെ പ്രസാദം. എന്നെ ഇവിടെ സംശയിക്കാൻ പാടില്ല. സ്നേഹത്തോടെയൊക്കെ നിൽക്കാം. ചെങ്കൽ ക്ഷേത്രത്തിലെ പ്രസാദം ഇടാൻ പറ്റാന്ന് വെച്ചാ അതൊരു ഭാഗ്യം. ഇട്ടോളൂ ശ്യാമ. എന്തായാലും എഴുതി ആക്രമിക്കാൻ വന്നത് ആരായാലും അയാൾക്ക് ശരിക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ? അല്ല, അത് കേട്ടപ്പോ എഴുതി എന്തിനാ ഞെട്ടുന്നേ? എഴുത്തിയുടെ ഞെട്ടല് കണ്ടാ തോന്നും എഴുത്തിക്ക് അറിയാവുന്ന ആരാണ് വന്നതെന്ന്. ഞാൻ ഞെട്ടിയൊന്നുമില്ല. അവർക്കിട്ട് അടി കിട്ടിയെന്ന് കേട്ടപ്പോ സന്തോഷം കൊണ്ട് ഞെട്ടിയതാ. ശരി മോളെ, ഞാൻ ഈ പ്രസാദം പൂജാമുറിയിൽ വെച്ചിട്ട് വരാം. ശരി അമ്മ. പുണ്യം ചെയ്ത കൈകൊണ്ടാ എനിക്ക് കുറിയിടുന്നേ. ഇതിപ്പരം ഭാഗ്യം വേറെ എന്തുണ്ട്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ വിഷവാ. നല്ല ആൾക്കാരെ പോലും നിങ്ങളുടെ കൂടെ ചേർന്നാ കെട്ടുവോ? അമൃത അടുത്തേക്ക് സംഭവിച്ചത് അത് തന്നെയാ. സർ വേണ്ട പ്ലീസ്. എടുത്ത് ഞാൻ പറയുന്നത് കേക്ക്. എടുത്ത് ഒന്ന് പോവോ? എന്നെ വിഷമൊന്നും വൃത്തികെട്ടവളെന്ന് വിളിച്ചിട്ട് എല്ലാം കേട്ടിട്ട് ഞാനങ്ങ് പോണോന്നോ? അഖി, നീ എന്നെ ഭരിക്കാറൊന്നും ആയിട്ടില്ല. അതെനിക്കറിയാം. എന്റെ ചേട്ടനെ കൊണ്ട് സാധിക്കാത്തത് എന്നെ കൊണ്ട് സാധിക്കോ? പക്ഷെ ഒരു കാര്യം, ഇനിയുള്ള കണ്ണീര് കുടിപ്പിക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഈ കല്യാണം മുടങ്ങണമെന്നല്ല മനസ്സിലെ. ആ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. 15-ാം തീയതി നേരം വെളുക്കുമ്പോ ഞാൻ ഇവളുടെ കഴുത്തി വീണ്ടും താലി കെട്ടിയിരിക്കും. അതിനിടയിൽ എന്തെങ്കിലും ഉടായിപ്പായിട്ട് വന്ന എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ? എന്താക്കി? എന്താ ഐശ്വര്യ? ഒന്നുമില്ലമ്മേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി തരണം, അത്ര തന്നെ. എന്തൊക്കെയാ നീ പറയുന്നേ? എന്താ കാര്യം? ശ്യാമ എന്താ? അമൃതയെടുത്ത് ദേഷ്യം കാണിച്ചതിനെ പറ്റി സംസാരിക്കായിരുന്നു. അമ്മ, എന്റെ അനിയന്റെ സ്ഥാനമല്ലേ ഇവന്? ഇവൻ പറയുവാ ഞാൻ വിഷമാണെന്ന്. ഞാനാ അമൃതയെടുത്തെ ഈ ശ്യാമയായിട്ട് തെറ്റിക്കുന്നേന്ന്. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. മതി, നിർത്ത. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം തല തിരിഞ്ഞു വരികയാണല്ലോ. മുമ്പ് അച്ഛന്റെയോ എന്റെ മുന്നിൽ വെച്ച് മക്കൾ ആരും ഉച്ചത്തിൽ സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ഇപ്പതാ ഞാൻ നിൽക്കുന്ന കണ്ടിട്ട് ബഹളം വെക്കുക. സോറി അമ്മ, സോറി. അമ്മ, എന്റെ ക്യാരക്ടറിനെ ആക്കി ഇടിച്ചു താഴ്ത്തി സംസാരിച്ചു. അതിന്റെ ഒരു വിഷമത്തില് പറഞ്ഞു പോയതാ. ദേ, ഞാൻ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. വിവാഹത്തിന് ഇനി 3-4 ദിവസമേ ഉള്ളൂ. ഇവിടെ അമൃതയ്ക്കെന്നല്ല ആർക്ക് വിഷമമായാലും ഞാൻ അതൊന്നും കാര്യമാക്കില്ല. ഈ വിവാഹം അങ്ങേയറ്റ സന്തോഷത്തോടെ നടത്തും. അതുവരെ ഈ വീട്ടിലാരും ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്.
കാത്തിരുന്നു തള്ളേ, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ദേ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. കേട്ടമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം. സോറി അമ്മേ. അമ്മേ സോറി, ഞാനും ശ്രദ്ധിച്ചോളാം. പോട്ടെ, ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത്. സർ, എനിക്കെന്തോ ഒരു പേടി തോന്നുക. ഒന്നും പേടിക്കാതോ, ഞാനല്ലേ തന്റെ കൂടെ. സാർ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറയോ? ഞാനില്ലേ തന്റെ കൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, ഭക്ഷണം എടുത്ത് വെക്കട്ടെ? കുറച്ച് കഴിയട്ടെ. ആദ്യം അവൾക്ക് ഈ ചുക്ക് കാപ്പി കൊടുക്കാം. പനിയുടെ ലക്ഷണം വല്ലതും ഉണ്ടെങ്കിൽ മാറിക്കോളും. നീ വാ. എണീക്ക്. ദാ, ചൂടോടെ ഈ കാപ്പി കുടിച്ചേ. പനി വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോളും. എണീക്ക്. അല്ല ചേച്ചി, ഞാൻ ആ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കായിരുന്നു. എന്തിനായിരിക്കും അയാളിപ്പോ ഇങ്ങോട്ട് വന്നത്? എന്തിനും ആവാം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയല്ലേ, ചിലപ്പോ തൊഴാൻ വന്നതാണെങ്കിലോ? ബെസ്റ്റ്. തൃപ്പങ്ങോട്ടൊന്നും വേറെ കൃഷ്ണന്റെ അമ്പലം ഇല്ലാത്തോണ്ടല്ലേ ഈ നാട്ടിൽ വന്നത്. ഇതിപ്പോ നമ്മൾ അന്വേഷിച്ചു വന്നെന്നാ എന്റെ ഒരു അഭിപ്രായം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇപ്പൊ മേഘനാഥൻ നമ്മളെ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒന്ന് ഉറപ്പിച്ചു പറയാം, നമ്മളെ കാണുകയോ തിരിച്ചറിയുകയോ ചെയ്താൽ അയാള് വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. നമ്മുടെ അച്ചൂട്ടനെ തിരിച്ചറിഞ്ഞാലും അത് തന്നെ അവസ്ഥ. ഇനി മുതൽ നമ്മൾ കൂടുതൽ കരുതിയിരിക്കണം എന്നാണ് അർത്ഥം. എന്തൊരു ഗതികേടാണെന്ന് ഓർത്തു നോക്ക്. നമ്മൾ ഇവിടെ ഇനി ഒളിച്ചു തന്നെ ജീവിക്കേണ്ടി വരും. ഒളിച്ചു ജീവിക്കുന്നു കരുതണ്ട, സൂക്ഷിച്ചു ജീവിക്കുന്നു കരുതിയാ മതി. നമ്മുടെ രൂപത്തിനും മുഖത്തിനും ഒക്കെ ഇപ്പൊ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പഴയ രാധയാണെന്നും നീ പഴയ സൗഭാഗ്യാണെന്നും ഇവള് പഴയ ദർശനയാണെന്നും തിരിച്ചറിയാവുന്ന ഒരടയാളവും നമ്മളിൽ അവശേഷിക്കുന്നില്ല. അതാണൊരാശ്വാസം. അത് പകുതിയുള്ളൂ. തൃപ്പങ്ങോട്ട് വിട്ടു വരുമ്പോ ചേച്ചിയെ കണ്ടിട്ടുള്ള ഒരാളും ചേച്ചിയാണ് രാധ എന്ന് പറയില്ല. പക്ഷേ എന്താ പറ? ചേച്ചിയെ കാണുന്നവര് ഇത് സുഭദ്രാമയാണോന്ന് വരെ സംശയിക്കുമെന്ന് ഉറപ്പാ. നിങ്ങള് രണ്ടാളും ഡിക്റ്റോ, ഓരോ പോലെ. കോസ്റ്റ്യൂമിലേ ഉള്ളൂ മാറ്റം. അറിയാം, സുഭദ്രാമയുടെ രൂപം എന്നെ തിരിച്ചറിയാനുള്ളൊരു വഴിയാണ്. പക്ഷേ മേഘനാഥൻ ഒറ്റയ്ക്കൊന്നും എന്നെ എളുപ്പം പിടിച്ചു കെട്ടാനാവില്ലെന്ന് ഉറപ്പിച്ചോ? തൃപ്പങ്ങോട്ട് തറവാട്ടിലെ ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും അഭ്യാസത്തിൽ പുറകോട്ടല്ലാന്നറിയാവല്ലോ. അയാള് വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക്. ഏതായാലും ഒന്നും ഞാൻ പറയാം, ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ഓരോരുത്തരുടെയും ശ്വാസം നിലയ്ക്കുന്നതുവരെ നമ്മുടെ അച്ചൂനെ അയാൾക്ക് കിട്ടരുത്. ആ കാര്യം നമ്മൾ ഉറപ്പിക്കണം. എന്തു പറയുന്നു? ഉറപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.